ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നലെ IPLന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. സോ മാച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ല. ഇന്ന് ദ മോസ്റ്റ് അവൈറ്റഡ് മാച്ച് CSK വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. എന്തുകൊണ്ട് ഇത്ര കാത്തിരിപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഞ്ജു സാംസൺ CSK മഞ്ഞക്കുപ്പായം അണിഞ്ഞിട്ടുള്ള ആദ്യത്തെ മാച്ചും, അതും സഞ്ജുവിന്റെ പഴയ ഹോം ടീമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിനെതിരെ 8 നില പൊട്ടി എന്നുള്ളതാണ്. CSK 8 നില പൊട്ടി, എല്ലാ സൈഡും പരാജയം. ബാറ്റിംഗ് പരാജയം, ബോളിംഗ് പരാജയം, ഫീൽഡിംഗ് അതിനേക്കാളും വലിയ പരാജയം. എന്റെ ദൈവമേ, എനിക്ക് തോന്നുന്നു ഈ വട്ടത്തെ ഇന്നത്തെ കളി കണ്ട് സീരിയസ്ലി ഇതുവരെ കളിച്ച എല്ലാ ടീംസിലും ഏറ്റവും മോശം ടീമായിട്ടാണ് എനിക്ക് CSKയുടെ കാര്യം തോന്നിയത്. സത്യം, ബാറ്റിംഗ് ടോപ്പ് ഓർഡർ ഭയങ്കര ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒട്ടും ഒരു ഇതില്ല. നമുക്കൊരു പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഉണ്ടല്ലോ എങ്കിൽ സൂപ്പർ എന്ന് തോന്നിക്കുന്ന ആരുമില്ല. സഞ്ജു ആൻഡ് ദൂബെ ഗെയ്ക്കാത്തൊക്കെ ODI പ്ലെയർ ആണ്, അവനെ T20 പ്ലെയർ ആയിട്ട് പോലും കൂട്ടുന്നില്ല. വേറെ ഒന്നും ഇല്ലടേ സീരിയസ്ലി. ആൻഡ് ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് അതും കണക്ക്. ആ ജിമ്മി ഓർട്ടൺ നിന്ന് 10-45 റൺ അടിച്ചതിന്റെ പേരിൽ 127 റണ്ണ് എങ്ങനെയൊക്കെയോ എടുത്ത് 100 പോലും തികയ്ക്കുമെന്ന് സംശയമായിരുന്നു ഇന്നത്തെ കളിയിൽ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ആദ്യമായിട്ട് ഇതുവരെ നടന്ന 3 കളിയിൽ ഒരു നല്ല ബൗളിംഗ് പ്രകടനം കാണാൻ സാധിച്ചു. ഇതിനു മുമ്പ് നടന്ന 2 കളിയിലും ടീം 200+, 4 ഇന്നിങ്സിലായിട്ട് 200 മുകളിൽ അടിച്ച് ബൗളേഴ്സിന്റെ നരകം. പക്ഷെ ഇന്ന് CSK ബാറ്റേഴ്സിനെ ബൗളേഴ്സ് നരകം കാണിച്ചു എന്നുള്ളതാണ്. ഇതുവരെയുള്ള ടീമിന്റെ പെർഫോമൻസ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ 6 ടീം കളിച്ചിട്ടുണ്ട്. ഈ 6 ടീമിൽ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് ലൈനപ്പ് ആയിട്ട് എനിക്ക് തോന്നിയത് RRന്റെതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ചർ, ബർഗർ സൂപ്പർ ആയിട്ട് എറിഞ്ഞു. സാംസണിന്റെ കുറ്റി സ്വീറ്റ് കിടിലം. സഞ്ജു ഒന്ന് കളിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കളിയും IPL തുടക്കം ഉള്ള മാച്ച് സഞ്ജു കളിക്കുന്നതാണ്. പക്ഷെ ഇന്ന് പുള്ളി എന്നല്ല, എല്ലാവരും ഫ്ലോപ്പ് ആയി പോയി എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ്. ആർച്ചർ, ബർഗർ, ജഡേജ, രവി ബിഷ്ണോയി, സന്ദീപ് ആൻഡ് പുതിയൊരു ബ്രിജേഷ് എന്ന് പറയുന്ന പയ്യൻ, അവനും കിടിലായിട്ട് ബോൾ ചെയ്യുന്നു. എല്ലാവരും ബോൾ ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും നല്ല രീതിയിൽ ബോൾ ചെയ്തു എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു പ്രതീക്ഷ പുലർത്താവുന്ന ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബോളിംഗ് അറ്റാക്ക് രാജസ്ഥാൻ റോയൽസിന്റെ. ബാറ്റിങ്ങിലോട്ട് വന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവന്മാരുടെ കളി കണ്ടപ്പം മനസ്സിലായി, ബാറ്റിങ്ങിനകത്ത് അവന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ കാര്യമാണ്. പിന്നെ CSK മറ്റേ ജയ്സ്വാളിന്റെ അടുത്ത് കുറച്ച് താങ്ക്സ് പറയണം. അവൻ നിന്ന് ഞൊണ്ണിയിട്ടാണ് നെറ്റ് റൺ റേറ്റ് -4 ഒതുങ്ങിയത്. ആ സൂര്യവംശിയുടെ കൂടെ ഇവനും നിന്ന് അടിച്ചിരുന്നെങ്കിൽ നെറ്റ് റൺ റേറ്റ് എവിടെ പോയി നിന്നേനെ? CSK പിന്നെ മുക്കേണ്ടി വന്നേനെ. ലാസ്റ്റ് 10-14 കളിയൊക്കെ ആകുന്ന സമയത്ത് തോറ്റും നിൽക്കുമായിരുന്നെങ്കിൽ നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ CSK നോക്കിയേ വേണ്ട. ഇപ്പൊ തന്നെ 4 റൺ റേറ്റ് ഇപ്പൊ വന്നേക്കുന്നത് 4.171 ആണ്. ഏറ്റവും അടിയിൽ CSK, ഏറ്റവും ടോപ്പിൽ രാജസ്ഥാൻ. കാര്യം അവർക്ക് ഇത്ര നെറ്റ് റൺ റേറ്റ് ഉണ്ട്. ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് ഹെഡ് ടു ഹെഡ് കാണിക്കും CSK വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. എല്ലാ സീസൺ എടുത്ത് നോക്കുമ്പോഴും 15 കളി രാജസ്ഥാൻ റോയൽസ്, 16 കളി CSK. ഇതാണ് ഹെഡ് ടു ഹെഡ്. പക്ഷെ ലാസ്റ്റ് 5 കൊല്ലം എടുത്ത് നോക്കുവാണെങ്കിൽ 8 കളി രാജസ്ഥാൻ റോയൽസ്, 2 കളി CSK. ഇന്നൂടെ ആയപ്പോഴത്തേക്ക് 9 കളി ആയിട്ടുണ്ട്. ലാസ്റ്റ് 5 കൊല്ലം 9 കളി രാജസ്ഥാൻ റോയൽസ് CSKക്കെതിരെ ജയിച്ചു എന്നുള്ളത്. വെറും 2 കളി മാത്രമേ CSKക്ക് തോപ്പിക്കാൻ പറ്റുള്ളൂ. CSK എന്തായാലും ഇന്നൊരു റെക്കോർഡ് ഇട്ടു. ഇന്നത്തെ CSKയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ണർഷിപ്പ് ഏതെന്നറിയോ? ഏറ്റവും ലാസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പ്. ആ കമ്പോജും ഓവർടണും കൂടെ നിന്ന് അടിച്ച പാർട്ണർഷിപ്പ്. 26 ബോളിൽ 33 റൺ. CSKയുടെ ഏറ്റവും ബെസ്റ്റ് എവർ ലാസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പാ. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 100 തികയ്ക്കത്തില്ലായിരുന്നു. മോസ്റ്റ് അവൈറ്റഡ് മാച്ച്, മോസ്റ്റ് അവൈറ്റഡ് ദുരന്തമായി മാറി എന്നുള്ളതാണ്. ഈ രാജസ്ഥാൻ റോയൽസ് ബാറ്റ് ചെയ്യാൻ വന്ന സമയത്ത് സീരിയസ്ലി ഞാൻ വിചാരിച്ചു, അവന്മാര് ബാറ്റ് ചെയ്ത ഗ്രൗണ്ടിൽ തന്നെ ആണ് അവന്മാര് ബാറ്റ് ചെയ്യുന്നതെന്ന്. ആ സൂര്യവംശി എന്ന് പറഞ്ഞ ചെറുക്കനൊക്കെ എന്ത് പ്രാന്താണ്? അവൻ എന്തൊരു കളി എടുത്തിട്ട് അവനെ അറഞ്ചാൻ പുറഞ്ഞ് അവനെ അടിക്കാൻ വേണ്ടി വരികയാണ്. 15 ബോളിൽ 50, തേർഡ് ഫാസ്റ്റസ്റ്റ് 50 ഇൻ IPL. കഴിഞ്ഞ കൊല്ലം സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 100 ആയിരുന്നു അവൻ അടിച്ചത്. ഈ കൊല്ലം അടിക്കും. അവൻ ഇന്നത്തെ കളി കണ്ടാൽ മനസ്സിലായി അവൻ ഫോമിലാണ്. നമ്മുടെ അഭിഷേകിന്റെ കൂട്ടുള്ള ഒരു പ്ലെയർ ആണ്. ലോട്ടറിയാ. ഫസ്റ്റ് ബോൾ തൊട്ട് തന്നെ അറ്റാക്കിങ് ആണ്. അടിച്ചു കഴിഞ്ഞാൽ അടിക്കും, ഇല്ലെങ്കിൽ അടിക്കത്തില്ല. ഞൊണ്ണല് പരിപാടിയൊന്നും. എല്ലാ കളിയിലും ഡെബ്യൂട്ട് പ്ലെയേഴ്സ് കുറെ ഉണ്ടാവും. CSK 2 10 കോടിയുടെ മുതലുകളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കാർത്തിക്, 2 മറ്റേ എന്റെ പേരെന്തുവായിരുന്നു, പ്രശാന്ത് വീറിനെ കളിപ്പിച്ചില്ല, കാർത്തിക്കിനെ കളിപ്പിച്ചു. കാർത്തിക് ശർമ്മ. അവൻ 15 ബോളിൽ നിന്ന് 18 ഒരു 6 ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫ്ലോപ്പ് ആയതിന്റെ പേരിൽ അവനും ഫ്ലോപ്പാണ്. വലിയ കൊലകൊമ്പൻ ടീംസ് ഒക്കെ ഫ്ലോപ്പ് ആയി പോയല്ലോ. അപ്പൊ പിന്നെ അവനെന്ത് പറയാനാ? ഈ വട്ടത്തെ IPL ഏറ്റവും വലിയ മറ്റേ എക്സ്ചേഞ്ച് ആയിരുന്നല്ലോ. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസൺ CSKയിലോട്ടും, CSKയിൽ നിന്ന് രവീന്ദ്ര ജഡേജ 12 കൊല്ലം കളിച്ചതാണ്. അവിടുന്ന് രാജസ്ഥാൻ റോയൽസിലോട്ടും പോയത്. എന്താണെങ്കിലും ജഡേജ ഫസ്റ്റ് ഓവറിൽ തന്നെ 2 വിക്കറ്റ് ഇട്ട് വരവങ്ങ് അറിയും. CSKയുടെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുവാണെങ്കിൽ സഞ്ജു ഇൻഫോം ബാറ്റർ ആണ്. പക്ഷെ ഇന്ന് ഫോം ആയില്ല. ഗൈക്വാഡിന്റെ കാര്യം നമുക്ക് അറിയില്ല. ആയുഷ് മാത്രമേ
അണ്ടർ 90 ക്യാപ്റ്റനാണ്. പക്ഷെ പുള്ളി അത്ര ഫോമിലായിരുന്നില്ല അണ്ടർ 90 മാച്ചിലാണെങ്കിൽ പോലും. സർഫറാസ് ഖാൻ ഡൊമസ്റ്റിക്കിൽ അത്യാവശ്യം ഫോമായിട്ട് നിൽക്കുന്ന പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ആരും എടുക്കാത്തപ്പം CSK 75 ലക്ഷം രൂപ എടുത്ത് അങ്ങോട്ട് മേടിച്ച മുതല സർഫറാസ് ഖാൻ. പുള്ളി ഇമ്പാക്ട് ആയിട്ട് ഇറങ്ങി. പുള്ളി 2-4 ഒരു 6 ഒക്കെ അടിച്ച് ഒരു പ്രതീക്ഷ നിലനിർത്തിയെങ്കിലും പക്ഷെ ഔട്ടായി പോയി. പിന്നെ ശിവൻ ഡൂബെണ്ണ എന്തോ കാണിച്ച ഫസ്റ്റ് ബോളെ ജഡേജയെ 6 തൂക്കി, തേർഡ് ബോളിൽ ഔട്ട്. 5 വിക്കറ്റ് ഓൾറെഡി പോയ സമയത്ത് ഇയാൾ വന്ന് ഇമാതിരി അഗ്രഷൻ കളിക്കുന്നത്. ഞാൻ ദൂബെ ഇങ്ങനെ അഗ്രഷൻ ഇത്രയും ഒരു ടൈറ്റ് സമയത്ത് അഗ്രഷൻ കളിക്കുന്നവരെ കണ്ടിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 8ാമത്തെ ഓവർ എറിയുന്നു, 5 വിക്കറ്റ് ഓൾറെഡി പോയി. അപ്പോൾ ഒന്ന് നോക്കി കളിക്കുന്നതിന് പകരം പുള്ളി വന്ന് ഫസ്റ്റ് ബോൾ തൊട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. ഫസ്റ്റ് ബോൾ ഒന്ന് 6 അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വേറെ ഇതായിരിക്കും. പക്ഷെ ജഡേജയാണ് എറിയാൻ വന്നത്. രണ്ടുപേരും CSK കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ദൂബെ എങ്ങനെ ടാക്കിൾ ചെയ്യണോ ജഡേജയ്ക്ക് നല്ല രീതിയിൽ അറിയാം. ഓഫ് സ്റ്റമ്പിന് നേരെ വൈഡ് ബോൾ ഇട്ട് കൊടുത്തു, അടിച്ച് കൈ കൊടുത്തു. 3ാമത്തെ ബോളിൽ തീർന്നു. പിന്നെ ഈ CSKയുടെ ബോളിങ് വൻ പരാജയം കേട്ടോ. ആ ഖലീൽ അഹമ്മദ് എറിഞ്ഞിട്ടുണ്ട് 3 ഓവറിൽ 17 റണ്ണേ കൊടുത്തുള്ളൂ. മാറ്റ് ഹെൻറി 3 ഓവറിൽ 40. മറ്റേ ചെറുക്കൻ തൂക്കി മാറ്റ് ഹെൻറിയൊക്കെ. നൂർ അഹമ്മദ് 2 ഓവർ 24, ഓവർടേണിനും കിട്ടി 1 ഓവർ 14. പിന്നെ കമ്പോജി 2 വിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ജയ്സ്വാൾ 36 ബോളിൽ 38 റണ്ണ്. അവന് പകരം വേറെ ആരെങ്കിലും ഇന്ന് അടിച്ചായിരുന്നെങ്കിൽ അയ്യോ CSKയുടെ കാര്യം പരിതാപകരമായി പോയനെ. 4 എന്നുള്ളത് 7 ആയി മാറിയേനെ. ഇതിപ്പം അവർ 12.1 ഓവറിലാണ് 128 റണ്ണ് ചേസ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ മറ്റേ ചെറുക്കൻ ഔട്ടായില്ലായിരുന്നെങ്കിൽ അതൊരു 9 ഓവറിലോട്ട് മാറിയേനെ. ഈ 9-10 ഓവറിനുള്ളിൽ നമ്മൾ ചേസ് ചെയ്ത് മാറ്റിയേനെ. പിന്നെ പാൻ പരാഗ് ആദ്യമായിട്ടാണ് ഫുൾ ടൈം ക്യാപ്റ്റൻ ആയിരുന്നത്. ഫസ്റ്റ് കളി തന്നെ പുള്ളി ജയിച്ചു. ഇതുവരെ പുള്ളി 8 കളിയും കണ്ട് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 കളിയെ പുള്ളിക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, 6 കളി തോറ്റു. ഇന്ന് 9ാമത്തെ കളിയാണ് ഫുൾ ടൈം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഫസ്റ്റ് കളി. രാജസ്ഥാൻ റോയൽസിലോട്ട് വരുമ്പോഴത്തേക്ക് അവന്മാരുടെ ബോളിംഗ് എടുത്തു പറയണം, എല്ലാവരും എറിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവരും എറിഞ്ഞു. ഒരാൾ മാത്രമാണ് 8 റണ്ണിന് മുകളിൽ അവന്മാരുടെ ടീമിൽ എക്കണോമി ഉള്ളത്, സന്ദീപ് ശർമ്മ 2.4 ബോളിൽ 22 റണ്ണ്. ബാക്കി എല്ലാവരും ആർച്ചർ 4 ഓവർ 19, അതിനകത്ത് 17 ഡോട്ട് ബോൾ, ബർഗർ 4 ഓവർ 26, ബ്രിജേഷ് എന്ന് പറഞ്ഞാൽ പുതിയ പയ്യൻ 3 ഓവർ 17-1, ബിഷ്ണോയ് 3 ഓവർ 16-1, ജഡേജ 3 ഓവർ 18-2. ഈ രീതിയിലാണ് അവന്മാർ ബോൾ ചെയ്തത്. എല്ലാവരും ബോളിങ് സൂപ്പർ ഫീൽഡിങ്. പിന്നെ CSKയുടെ ഫീൽഡിങ് ഭയങ്കര മോശം ഫീൽഡിംഗ് ആയിരുന്നു കേട്ടോ. ക്യാച്ച് കളഞ്ഞ് 4 എത്ര എണ്ണം കളയുന്നു, അയ്യോ ശോകം ഫീൽഡിങ് CSKയുടെ. അപ്പം വൻ പരാജയം, എല്ലാ മേഖലകളിലും പരാജയമായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന ടീമിന്റെ കൂട്ടത്തിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് സൈഡുള്ള ഒരു ടീമായിട്ട് എനിക്ക് CSK തോന്നുന്നു. മറ്റേ മാത്യു ഷോട്ടിനെ ഇറക്കിയിട്ടുണ്ട്. ഷോട്ട് ആക്ച്വലി ഇൻഫോം ബാറ്റർ ആണ് മാത്യു ഷോട്ട്. അവൻ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ അവന്മാരുടെ ലീഗ് ക്രിക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച പ്ലെയർ ആണ്. ബട്ട് ഇന്ന് ഔട്ടായി പോയി. എന്നാൽ പോലും നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുത്തിന് ഇല്ല. സാംസൺ ആൻഡ് ദൂബെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ല. സോ CSKയുടെ ഭാവി ഈ വട്ടം എന്താവും തീരുമെന്ന് ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. ചെറുക്കൻ കയറിയ സീസൺ തന്നെ ബൂംജിക്ക ഭാവയാകുമെന്ന് തോന്നുന്നു ഗൈസ്. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് കപ്പടിക്കരുതെന്നാണ്. ഇത്രയും നാൾ 11 ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് ഒരു കപ്പ് അടിച്ചെടുക്കാൻ അവന് പറ്റിയില്ല. ഇവിടേക്കോട്ട് ഇറങ്ങിയപ്പോൾ അവന്മാർ കപ്പടിച്ചു കഴിഞ്ഞാൽ അവന്മാർ പറയും ലാവനായിരുന്നു ഇത്രയും നാളത്തെ നമ്മുടെ കണ്ടകശനി, അവൻ പോയപ്പോൾ കപ്പ് കിട്ടിയെന്ന്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, നമ്മുടെ ചെറുക്കനല്ലയോ. പിന്നെ CSK 6 പരാജയം കൂടെ ആകുമെന്നെങ്കിൽ അവന്മാരെ അങ്ങ് ഉറപ്പിക്കും ഇവൻ മാൻട്രായി കാണുന്നു. അതുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ഒരു കാരണവശാലും കപ്പടിക്കരുത്, മനസ്സിലായ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഇന്നലത്തെ ഒരു കാര്യം കൂടെ പറയാം. ഈ കോഹ്ലിയും രോഹിത്തും എന്തിനാണ് ടീമിൽ നിന്ന് വിരമിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റിൽ അവർ എന്തൊരു കേപ്പബിൾ ആണ്. രോഹിത്തിന്റെ ഇന്നലത്തെ ബാറ്റിംഗ്, കോഹ്ലിയുടെ അതിന് മുമ്പുള്ള ബാറ്റിംഗ്, കോഹ്ലിയൊക്കെ അടിച്ച ഒരു ഷോട്ട് ഉണ്ടല്ലോ, നിലവിൽ ഇന്ത്യൻ ടീമിലുള്ള ഒരുത്തം പോലും അടിക്കൂല. അത് ഓടിയാലും T20 ആയാലും ആരായാലും ഒരുത്തം പോലും അങ്ങനത്തെ ഒരു ഷോട്ട് അടിക്കൂല. അത്രയും ഒരു രീതിയിൽ, അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരെന്ത് പാടി എനിക്ക് മനസ്സിലാവുന്നില്ല. രോഹിത്തും കോഹ്ലിയും ഒന്നും വിരമിക്കേണ്ട ആവശ്യകതയില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പം 8 നില പൊട്ടിയ CSKക്ക് ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത കളിയെങ്കിലും വിജയിക്കാൻ പറ്റട്ടെ. കൂടുതൽ ഒന്നും പറയുന്നില്ല. വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പം ശരി.